കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചുകൊണ്ടുള്ള മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത രോഷമാണ് സൈബറിടങ്ങളിൽ ഉയരുന്നത്. അടികൊണ്ട് നീരിവച്ച ഗണേഷ് കുമാറിൻ്റെ മുഖത്തിൻ്റെ പഴയ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. കമ്മീഷണർ സിനിമ ഇറങ്ങിയ കാലത്ത് സുരേഷ് ഗോപിയുടെ കാറിൻ്റെ പുറകിൽ SP-യുടെ IPS എന്നെഴുതിയ തൊപ്പി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാർക്ക് അത് നന്നായി അറിയാം. തൃശ്ശൂരുകാർക്ക് ദോഷം വരുത്തരുത് എന്ന് ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ പരിഹാസം. അതിന് പിന്നാലെയാണ് കമ്മീഷണർ തൊപ്പി വീണ്ടും ചർച്ചയായി മാറിയത്. ഇടുക്കിയിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തിന് ഇരയായി തളർന്നുപോയ ഷെഫീഖ് എന്ന കുഞ്ഞിനെ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല. ഗണേഷ് കുമാർ കളിയാക്കി പറഞ്ഞ ആ തൊപ്പി സുരേഷ് ഗോപി സമ്മാനിച്ചത് ആ കുഞ്ഞിനായിരുന്നു. പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്ന് ഷെഫീഖിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. 2014 സെപ്റ്റംബറിൽ ഷെഫീഖിൻ്റെ പിറന്നാൾ ദിനത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സുരേഷ് ഗോപി തൊടുപുഴയുള്ള ഷെഫീഖിൻ്റെ അടുത്തെത്തി. അന്ന് അദ്ദേഹം വെറും നടൻ മാത്രമായിരുന്നു. കേക്ക് മുറിച്ചും കമ്മീഷണറിലെ ഹിറ്റ് ഡയലോഗുകൾ പറഞ്ഞും ഷെഫീഖിനെ അദ്ദേഹം സന്തോഷിപ്പിച്ചു. ഷെഫീഖിനെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി. താരാട്ട് പാടിക്കൊടുത്താണ് അദ്ദേഹം അവിടെ നിന്നും അന്ന് ഇറങ്ങിയത്. ഗണേഷ് കുമാറിൻ്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബറിടത്ത് ഷെഫീഖിനെ കാണാൻ പോയ കാര്യം സുരേഷ് ഗോപി പറയുന്ന പഴയ വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പിയില്ല. തൊടുപുഴയിൽ രണ്ടാനമ്മയും അച്ഛനും അടിച്ച് രോഗിയാക്കി ആ കുഞ്ഞിന് കൊടുത്തു എന്നാണ് സുരേഷ് ഗോപി ആ വീഡിയോയിൽ പറയുന്നത്. 2013 ജൂലൈയിലാണ് 4.5 വയസ്സുകാരൻ ഷെഫീഖ് അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. നീണ്ട 11 വർഷത്തിന് ശേഷം അച്ഛൻ ഷെരീഫിന് 7 വർഷവും രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ക്രൂരമായ മർദ്ദനത്തിനിരയായ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല. ബുദ്ധിവികാസത്തിനും പ്രശ്നമുണ്ട്. ആരാണെന്ന് പോലും അറിയാതെയാണ് ആ കുട്ടിയുടെ ജീവിതം. ഇന്നീ കാണുന്ന സുരേഷ് ഗോപിയല്ല നേരത്തെ ഉണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൈസയും അതിനായി അദ്ദേഹം മുടക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഷെഫീഖിന് തൊപ്പി സമ്മാനിച്ച സംഭവം. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഗണേഷിൻ്റെ അടികൊണ്ട് വീർത്തിരിക്കുന്ന മുഖം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി ഫാൻസ് തിരിച്ചടിക്കുന്നത്. അത്യാവശ്യം ധിക്കാരത്തിൻ്റെയും രാജാപ്പാട്ട് കളിയുടെയും മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സുരേഷ് ഗോപിക്കെതിരെ പറയാനുണ്ടാവുകയുള്ളൂ. എന്നാൽ ഗണേഷിൻ്റെ ചരിത്രം വിളമ്പുന്നത് അത്രയ്ക്ക് സുഖകരമായ കാര്യം ആകില്ലെന്നാണ് സുരേഷ് ഗോപി ഫാൻസ് പറയുന്നത്.